ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്, കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെപ്പറേഷൻ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത്, എന്താണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലർ ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പോകുന്നവരായിരിക്കാം, തീർത്തും നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സൺ കൂടെ ഉണ്ടാവാം പക്ഷെ പഴയ സ്നേഹം കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള അവരുടെ ഒരു കാര്യം എന്താണ് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നിങ്ങളുടെ എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നമുക്ക് പേഴ്സൺ എനർജി നോക്കാം. 7 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്റ്റേബിൾ ആണ് എന്നുള്ളത് നമുക്ക് കാണാം. അതായത് നിങ്ങൾക്ക് ഇനി വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അതിനത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രൊവൈഡറാണ്. നിങ്ങളുടെ പേഴ്സണെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മാനസികാവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങളെ അവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം അവർ അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹമായിരിക്കാം നിങ്ങൾക്കുണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പേഴ്സണോട് വളരെയധികം ഒരു സ്നേഹം, ജെനുവിനിറ്റി, സപ്പോർട്ട് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാനും നിങ്ങൾക്ക് മടിയില്ല. അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ വളരെ റിയലായിട്ട്, ജെനുവിനായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള സഹായങ്ങൾ പോലും ഈ ഒരു പേഴ്സണ് ചെയ്തു കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥയും നമുക്ക് കാണാം. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പേഴ്സണ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ളൊരു, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പ്രൊവൈഡർ എനർജി ആയിട്ട് തന്നെ കാണാം. ഒരിക്കലും ഒരു ഫോൾസ് പ്രോമിസസോ കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പേഴ്സണെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവരുടെയും കൂടി ഒരു ഭാഗ്യമാണ്. നമ്മൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പരിഹരിക്കാനും കൂടെ നിൽക്കുന്ന ഒരു പേഴ്സൺ, അതും അത്രയും ആത്മാർത്ഥമായ ഒരു സ്നേഹമുണ്ട്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു റിലേഷൻഷിപ്പിനകത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളുടേതായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പേഴ്സൺ ആകെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. പാസ്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടാവാം. പക്ഷേ കറൻ്റ്ലി ആ ഒരു പഴയ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ നിങ്ങളോട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ചില സമയത്ത് ചിലപ്പോൾ വളരെ കാര്യമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് നിങ്ങളോട് കാണിക്കുകയും ചെയ്യും. പക്ഷേ ചില സമയത്ത് അങ്ങനെ ആവണമെന്നില്ല. ഒരു സ്റ്റെബിലിറ്റി കിട്ടാത്തതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അങ്ങനെയുള്ള ഒരു എനർജിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഒരാൾ ഫുള്ളി ഇവരെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നിങ്ങളുടെ എനർജി കാണാം. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ 100/100 ഇവർക്ക് നിങ്ങളോട് കാണിക്കുന്ന ഒരു അപ്രോച്ചിനകത്തില്ല. കാരണം അവർ നമ്മൾ പറഞ്ഞതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു. ഒരു ആ ഒരു ആശങ്കയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ തരാതെ അങ്ങനെ അങ്ങ് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവരുടേത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു എനർജിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിയുമോ, എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയാം.
King of Pentacles, Ten of Cups, Six of Pentacles, Seven of Swords, Devil, Ace of Wands, Four of Cups, Lovers, the Wheel, Five of Wands, Page of Wands, Page of Cups, Page of Swords, Hanged Man. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങളുടെ എനർജി പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് നല്ലതുപോലെ നിങ്ങളുടെ പേഴ്സണും അറിയാമെന്നുള്ളത് നമുക്കിവിടെ എവിഡൻ്റ് ആയിട്ട് കാണാം. നിങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് അവർ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ ഇവർക്കും തിരിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിച്ച് കാണിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നിങ്ങൾ തരുന്നത് പോലെ ആ ഒരു സപ്പോർട്ട്, നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന പോലെയുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്കും തിരിച്ച് തരാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവർ കാണിക്കുന്ന ഒരു നിലപാടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലേക്കൊന്നും അവർക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ഇനി കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിലവിൽ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു പഴയ രീതിയിലുള്ളൊരു അഷുറൻസോ കാര്യങ്ങളൊന്നും തരുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കും തിരിച്ചു തരണം. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കും അർഹിക്കുന്ന ഒരു പരിഗണന തരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരാനായിട്ട് മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് പുറമേ ഇവർക്ക് ഇപ്പോൾ അത് പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ ചിലവർക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ചിലവരാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് വന്ന് വലിയ സ്നേഹം കാണിക്കും. പക്ഷേ അത് സ്റ്റേബിൾ അല്ല, വീണ്ടും പോകുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ മനസ്സുകൊണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കിതെല്ലാം തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതുപോലെയുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിവിടെ കാണാം. പക്ഷേ ഇവിടെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജി നമ്മളിവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചാലും കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ അവരുടെ കണ്ണിൽ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്വയമേ അതിൻ്റെ പുറകെ പോയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എന്തോ എന്നോട് മറയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പോയിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഫുള്ളി ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ക്ലാരിറ്റി പല കാര്യത്തിനും തന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവർക്കും നല്ലതുപോലെ അറിയുന്നൊരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ്മെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി ആരാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്ന് അറിയുന്നവരുണ്ടാവാം. ചിലർ അങ്ങനെയല്ല, പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടീനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഫുള്ളി എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങളുടെ പേഴ്സണൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു മറച്ച് വെക്കുന്ന ആ ഒരു സ്നീക്കി എനർജി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സൺ അറിയാം നിങ്ങളോട് മറച്ച് വെച്ച് എന്താണോ ഈ ഒരു പേഴ്സൺ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യം നല്ലതുപോലെ ഈ ഒരു പേഴ്സണ് ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ചിലവർ നമ്മൾ കാണുന്നൊരു കുറച്ച് വ്യക്തികളിൽ കാണുന്നൊരു പ്രവണതയാണ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒഴിഞ്ഞു മാറിപ്പോവും. കാരണം ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്കും എളുപ്പമാണ് കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണ്ട. ചിലപ്പോൾ ചിലവർ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ കാണിക്കാതെ ഭയങ്കര ജാഡായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഇടുമ്പോൾ ചോദ്യം ചോദിക്കൽ കുറയുമല്ലോ, അല്ലെങ്കിൽ എല്ലാം ഓപ്പണായിട്ട് പറയേണ്ടത് ആവശ്യം വരില്ലല്ലോ എന്നുള്ളൊരു രീതി പലരും എടുക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു കാര്യം തന്നെ ഈ ഒരു പേഴ്സൺ ചെയ്തെന്ന് വരാം. കാരണം ഇവർക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളോട് മറച്ചു വെച്ചിട്ട് അവർ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ, അറിയാത്തൊരു സൈഡ് ഈ ഒരു പേഴ്സൻ്റേതായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്താണോ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത്, എല്ലാത്തിനെയും കുറിച്ചും നല്ല രീതിയിലുള്ളൊരു ബോധ്യമുണ്ട്. അപ്പോൾ അവർ നിങ്ങളോട് കാണിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയുന്ന ഒരു പേഴ്സണാണ്.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് തന്നെയാണ് ഇവരെ നിങ്ങളിൽ നിന്ന് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് എടുക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാര്യം അവര് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്ക് കാണാം. ആ ഒരു ഫയറി നേച്ചർ കാണാം. നിങ്ങളോട് വളരെയധികം ഒരു സ്ട്രോങ് ഡിസയർ ഉള്ള ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷേ ഓൺ ദ അതർ സൈഡ് നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ച ഒരു ഭാവം. അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക. ആ ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജിയൊക്കെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ചില സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. കാരണം നമ്മളിത് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യാൻ നമുക്കുണ്ട്. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുറമെ ദേഷ്യം കാണിച്ചെന്ന് വരാം. ഒരു ഡിസ്റ്റൻസ് വെച്ചു എന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ കാണിച്ചെന്ന് വരാം. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു സിറ്റുവേഷനാണ്. ഇനി ഇതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാമായിരിക്കാം, ഇന്ന വ്യക്തിയാണ് തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഇതാണ് നമ്മൾക്കിടയിലെ തടസ്സം. ഇതിനിയും നമ്മുടെ ലൈഫിൽ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു പേഴ്സൺ അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ടാവും ചിലപ്പോൾ. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നൊക്കെ ഞാൻ പുറത്ത് കടന്നു, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സൈഡ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ചിലപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവരാകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണെന്നുള്ളത്. അപ്പോൾ അത് വന്നിട്ടുള്ളതിൻ്റെ ഒരു റീസണും അതാണ്. അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കിതും വേണം അതും വേണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. കൈവിട്ട് കളയാനായിട്ട് ഒരുക്കമല്ല എന്നുള്ള ഒരു സംഗതി. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് അത് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് ഞാൻ പോവില്ല എന്നുള്ള അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പറയുന്നത് കംപ്ലീറ്റ്ലി അംഗീകരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡബിൾ സ്റ്റാൻഡിലൂടെ പോയെന്നും വരാം. അപ്പോൾ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു ഇമ്മച്വർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഏജ് വൈസ് കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും സ്വഭാവത്തിൽ ചിലപ്പോൾ വളരെയധികം ചൈൽഡിഷ് ബിഹേവിയർ കാണിച്ചെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ, പെട്ടെന്ന് ചേഞ്ച് ആവുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഇതൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ അവർ തന്നെ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റാണ്. ആദ്യം അവനവൻ തന്നെ ഒരു തീരുമാനമെടുത്ത് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനം അവനവൻ്റെ മനസ്സിനകത്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറമേ അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വാക്ക് കൊടുക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അതിൽ നിന്ന് പുറത്ത് പോകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഇവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നേക്കാം. മാനസികമായിട്ട് അത് വേണ്ടാന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും വീണ്ടും എങ്ങനെയൊക്കെയോ പോയി അതിനകത്ത് തന്നെ കുരുങ്ങുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്ന പ്രോമിസസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച മറുപടി ഉണ്ടാവണമെന്നില്ല. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി പറഞ്ഞതുപോലെ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രോബ്ലംസ് ആവാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം പാർട്ട്ണർ അംഗീകരിക്കുന്നില്ല. അവർ നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ദുർഘടമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് മോഡിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ കൂടുതലായിട്ട് ആ മനസ്സിനകത്തുള്ള സ്നേഹവും താല്പര്യവും കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും കൂടി പ്രശ്നമായാലോ എന്നുള്ള ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടായേക്കാം. കാരണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു കോൺഫ്ലിക്റ്റ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ഇന്നർ ആൻഡ് ഔട്ടർ കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതെടുക്കാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ളൊരു ഫിയർ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് സജീവമാകുമ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നുള്ളൊരു പ്രഷറും കാര്യങ്ങളും വരുമ്പോൾ അതിനെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലുള്ള പേഴ്സൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളും ഒരു ഭാഗത്ത് ഈ ഒരു സിറ്റുവേഷനും ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയും കൂടി ആകുമ്പോൾ അവർക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. അവർ വളരെ ഇമ്മച്വർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേണ്ടാന്ന് മാറ്റി വെക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അവർ അതിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു ട്രാപ്പിംഗ് എനർജി എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് തന്നെ പെട്ടുപോകുന്ന ഒരവസ്ഥ. പുറത്ത് കിടക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം കൊണ്ടുവന്ന് അംഗീകരിക്കാതെ
പോകുന്നൊരു വ്യക്തിയായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് എങ്ങനെ ഈ സിറ്റുവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു പിടി ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അവരെക്കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ ഇത് ഇപ്പൊ നിങ്ങള് പരിപൂർണമായിട്ട് സംതൃപ്തിപ്പെടുത്തി എങ്ങനെ കൊണ്ടുപോണം എന്നുള്ളൊരു ഐഡിയ അവർക്കില്ല. അപ്പോൾ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാല്, ആ ഒരു മാനസികാവസ്ഥയില് വരാൻ പറ്റിയ ഒരു വ്യക്തിയുടെ എനർജി അല്ല ഇത്. കാരണം അവർക്ക് ആ ഒരു തേർഡ് പാർട്ടീനെയും ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധിക്കുന്നില്ല. അതിനകത്തും അവർ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മള് പറഞ്ഞതുപോലെ 2 വെള്ളത്തിൽ കാല് വെച്ച് കഴിഞ്ഞ് നടുക്കടലിൽ വീഴുമെന്ന് പറഞ്ഞൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ എനർജി നേരത്തെ എടുത്തപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജെനുവിനിറ്റി, നിങ്ങളുടെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ഇവരോടുള്ള ആ ഒരു സ്നേഹം അത് ഇവർ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇവരിത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അവരത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഇവിടെ വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ തന്നെ ഒരുപാട് അട്രാക്റ്റഡ് ആണ് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലും അവരൊന്നും അറിയാത്തതുപോലെ ഇരിക്കുന്ന. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയൊരു താല്പര്യം ഇല്ലാത്ത പോലെ അവർ പ്രകടിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെയധികം എക്സൈറ്റഡ് ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല ഇതിനകത്ത് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ച് നിങ്ങളോട് പെരുമാറേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ളൊരു ഐഡിയ ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ടും വളരെ സ്പാർക്കായിട്ട് നിങ്ങളിലേക്ക് വരാനും ഒക്കെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതെങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ടാണ് ഇവിടെ ആ ഒരു സ്റ്റക്നെസ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പല ഫാക്ടേഴ്സും ഇതിൻ്റെ ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ കറന്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു ഓൺ ആൻഡ് ഓഫിലാണ് അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവരൊരു ലേണിംഗ് പ്രോസസ്സിലാണ് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളെ വിട്ടുകളയുകയോ അല്ലാന്നുണ്ടെങ്കിൽ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ല. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ഒരു തേർഡ് പാർട്ടിയെ ഒഴിവാക്കാനായിട്ട് ഈ പേഴ്സണ് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് പോവാനായിട്ടും സാധിക്കാത്തത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റക്നെസ് ഈ ഒരു വ്യക്തിക്കുണ്ട്. മറ്റൊരു ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും അവർ ആലോചിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന. ആ ഒരു വെയിറ്റിംഗ് എനർജി, പേഷ്യൻസ് എനർജിയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി കുറച്ച് പേരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഫാമിലി ആയിരിക്കും. അപ്പോൾ ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ തള്ളിക്കളഞ്ഞ് പോരാൻ പറ്റില്ല. ഇപ്പോൾ ചില ഫാമിലി ടോക്സിക് ഒക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും അവിടെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് അവരെ ഒഴിവാക്കി കളയാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം അവരെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു മറ്റൊരു റിലേഷൻഷിപ്പൊക്കെ ആണ് ഈ ഒരു തേർഡ് പാർട്ടി പ്ലേസിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു വ്യക്തിയുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയായിരിക്കും. അല്ല ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞതുപോലെ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരും അവിടെ നിസ്സഹായാവസ്ഥയിൽ പെടുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ്. എന്താണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അവർക്ക് ഊരിപ്പോരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ വളരെ എവിഡന്റ് ആണ്. അപ്പോൾ അത് തന്നെയാണ് അവരിവിടെ സ്റ്റക്ക് ആക്കുന്നതും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു രീതിയിൽ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ പോകുന്നതിൻ്റെയും റീസൺ. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെകുത്താനും കടലിനും നടുവിൽ പെട്ടിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും വേണം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും വേണം. രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയാൻ കഴിയുന്നില്ല. നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് തന്നെ നല്ലതുപോലെ അറിയാം. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതും ശരിയല്ല എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. ഈ പേഴ്സണെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആക്ഷൻ എടുക്കുന്ന കാര്യം വരുമ്പോൾ അവർ സ്റ്റക്ക് ആവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ആ ഒരു തേർഡ് പാർട്ടിയാണ് ഇതിനകത്ത് ഇവരെ സ്റ്റക്കാക്കി നിർത്തുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ എനർജിയൊക്കെ നമ്മൾ നേരത്തെ എടുത്തതാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ജെമിനായി, പൈസസ്, കാപ്രിക്കോൺ ആണ് നമുക്കിവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ്. അതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 6, നമ്പർ 12 ആൻഡ് നമ്പർ 15. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.